തൊപ്പിയില്ലാത്ത പോലീസുകാരന് എന്ത് വില എന്ന് ചോദിക്കുന്നത് പോലെ ആഭ്യന്തരമില്ലാത്ത ഒരു മുഖ്യമന്ത്രിയായിട്ട് എന്ത് കാര്യമെന്നാണ് ഇപ്പൊ മഹാരാഷ്ട്രയിൽ നോക്കിയിട്ട് പലരും ചോദിക്കുന്നത്. കാരണം ഫട്നാവിസിന് മുഖ്യമന്ത്രി സ്ഥാനം മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന സൂചനകൾ ഇതിനോടകം തന്നെ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കാരണം ആഭ്യന്തര സ്ഥാനം ആഗ്രഹിക്കുന്നത് ഷിൻഡെയാണ്. അത് അങ്ങനെയാണ്. അത് ചർച്ചകൾ പുരോഗമിക്കുന്നു, തർക്കങ്ങളും പുരോഗമിക്കുന്നു അവിടെ. ഈ പറഞ്ഞതുപോലെ തൊപ്പിയില്ലാത്ത പോലീസുകാരൻ, യൂണിഫോം പോയ പോലീസുകാരൻ അല്ലേ, അതെ. അവർക്കൊന്നും നാട്ടിലൊരു വിലയും കാണില്ല. അതുപോലെയാണ് നമ്മുടെ മന്ത്രിസഭയിൽ ആഭ്യന്തര വകുപ്പ് കയ്യിലില്ലാത്ത മുഖ്യമന്ത്രിക്ക് ഒരു വിലയും ഉണ്ടാവില്ല. ആഭ്യന്തര വകുപ്പാണ് അതിലെ ഏറ്റവും കീ ഫാക്ടർ. ഇവിടെ മുംബൈയിലും ചർച്ചകളൊക്കെ നടക്കുന്നു, ഡൽഹിയിലും ചർച്ചകളൊക്കെ നടക്കുന്നു. മഹാരാഷ്ട്രയിൽ ഏതാണ്ട് സൂചനകൾ അനുസരിച്ച് മഹാരാഷ്ട്രയിലെ ഈ വലിയ വിജയത്തിന് NDAക്കുണ്ടായ BJPക്കുണ്ടായ വലിയ വിജയം, BJP 133 സീറ്റ് നേടി, NDA 3/2 ഭൂരിപക്ഷം, ക്ലിയർ എന്താ പറയുക ഭൂരിപക്ഷമാണ്. അതോടുകൂടി അധികാരത്തിൽ കയറുകയാണ്. അപ്പോൾ അതിന് കാരണക്കാരൻ ഈ ഫട്നാവിസ്, ദേവേന്ദ്ര ഫട്നാവിസ് വലിയ തന്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും ഒക്കെ വലിയ തോതിൽ എന്താ പറയണ്ടേ അവിടെ BJPയുടെ ഏറ്റവും താഴെത്തട്ടിൽ ഇറങ്ങി പ്രവർത്തിച്ചവരാണ്. മഹാരാഷ്ട്ര മുഴുവനും അവർ ഓടി നടന്ന് വർക്ക് ചെയ്തതിൻ്റെ ഫലമാണ് ഈ വിജയം. അവരുടെയും കൂടി വർക്കിൻ്റെ ഫലമാണ് ഈ വിജയം. ഷിൻഡെയും മോശക്കാരനല്ല, അജിത് പവാറും മോശക്കാരനല്ല. അതായത് ഷിൻഡെ വിഭാഗം ശിവസേനയും അജിത് പവാർ വിഭാഗം NCPയും. അപ്പോൾ ഇതിൽ വളരെ സമർത്ഥമായിട്ട് അജിത് പവാർ എന്ത് ചെയ്തു, എനിക്ക് ധനകാര്യം തന്നാൽ മതി, ഞാൻ ഉപമുഖ്യമന്ത്രിയായിട്ട് അവിടെ ഇരുന്നോളാം, നിങ്ങൾ പ്രശ്നമൊന്നുമില്ല. കാരണം സീറ്റും പുള്ളിക്ക് കുറവാണ്, 10-40 സീറ്റേ ഉള്ളൂ. അപ്പോൾ പുള്ളി എന്ത് ചെയ്തു, മൂപ്പര് കറക്റ്റായിട്ട് ഈ ധനകാര്യം വാങ്ങിക്കൊണ്ട്, പുള്ളിക്ക് മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കില്ല എന്നറിയാം. അതുകൊണ്ട് കക്ഷി ധനകാര്യം ചോദിച്ച് വാങ്ങിച്ച് കക്ഷി അങ്ങ് ആദ്യമേ ചർച്ചയിൽ ഒതുങ്ങി. അപ്പോൾ BJP ഹാപ്പിയാണ്. ഈ അജിത് പവാർ അങ്ങനെ ഒതുങ്ങിയത് കൊണ്ട് തന്നെ ഷിൻഡെ വിഭാഗമാണ് ഇറുകിയത്. എന്നാൽ ഈ 133ൻ്റെ കൂടെ ഒരു 10-12 സീറ്റ് കൂടെ മതി BJPക്ക് അവിടെ സുഖമായിട്ട് ഭൂരിപക്ഷം, കേവല ഭൂരിപക്ഷം തെളിയിക്കാൻ. അതിപ്പോൾ ഈ അജിത് പവാറിനെ കൂടെ നിർത്തിയാൽ കഴിഞ്ഞു ആ കാര്യം. വളരെ സമർത്ഥമായിട്ടാണ് BJP കളിച്ചത്. കൃത്യമായിട്ട് BJPക്ക് ജയിക്കാൻ പറ്റുന്ന സീറ്റുകളിൽ മൃഗീയമായ ഭൂരിപക്ഷത്തോടു കൂടി എണ്ണം കൂട്ടി ജയിക്കാൻ അവർക്ക് സാധിച്ചു. അത് അവരുടെ രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ വിജയമാണ്. അതേസമയം ഷിൻഡെ വിഭാഗത്തിനും സീറ്റുകൾ കൂടുതൽ കിട്ടി. അവരും മത്സരിച്ച അതിൽ ഒട്ടുമുക്കാൽ സീറ്റുകളിൽ അവരും വിജയിച്ചു. അജിത് പവാർ വിഭാഗവും അങ്ങനെ തന്നെ. അപ്പോൾ ഒരു ത്രികോണ എക്സിസ്റ്റൻസ് അവിടെ ഒരു നിലനിൽപ്പ് ഉണ്ടായി. 3 കോണുകളിലായിട്ടാണ് ഇത് നിൽക്കുകയാണ്. അതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ചാൽ BJPക്ക് ഒന്നുകിൽ ഈ പവാറിനെ കൂട്ടുപിടിക്കാം, അല്ലെങ്കിൽ ഷിൻഡെയെ കൂട്ടുപിടിക്കാം. രണ്ടിലൊരാളെ പിണക്കാതെ നോക്കിയാൽ മതി. അപ്പം എതിർപക്ഷത്ത് നിൽക്കുന്നയാൾ എപ്പോഴും ശ്രദ്ധിക്കും, എന്താ മറ്റേ ആൾ കൂടെ ഉണ്ട്, അതുകൊണ്ട് BJPയുടെ അടുത്ത് നമ്മൾ ഉടക്കാൻ പോണ്ട എന്നുള്ളൊരു നയം സ്വീകരിക്കും. വാസ്തവം പറഞ്ഞാൽ ഈ 2 പേരെയും കയ്യിലിട്ട് അമ്മാനമാടാൻ പറ്റിയൊരു സാഹചര്യത്തിലാണ് BJP അവിടെ നിൽക്കുന്നത്. അത് BJPയുടെ രാഷ്ട്രീയ തന്ത്രമാണ്. ഷിൻഡെ വിഭാഗത്തിന് വേറെ എതിർപ്പൊന്നുമില്ല, മുഖ്യമന്ത്രി സ്ഥാനം BJPക്ക് ഇരുന്നോട്ടെ, ഞങ്ങൾക്കൊരു ഉപമുഖ്യമന്ത്രി സ്ഥാനം തന്നാൽ മതി, ഞങ്ങളതുകൊണ്ട് തൃപ്തരായിക്കൊള്ളാം, പക്ഷേ ആഭ്യന്തരം ഞങ്ങൾക്ക് തരണം. അങ്ങനെ ഒരു കണ്ടീഷൻ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്, ഇത് തുടങ്ങുമ്പോൾ തന്നെ വിജയിച്ച് വിവരങ്ങൾ പുറത്തു വന്ന് ഏതാണ്ട് സീറ്റുകളുടെ എണ്ണത്തിൽ തീരുമാനമായപ്പോൾ തന്നെ കേന്ദ്ര നേതൃത്വം BJPയുടെ മഹാരാഷ്ട്ര ഘടകത്തോട് പറഞ്ഞു, നിങ്ങൾ ഒരു ചർച്ചയും നടത്തേണ്ട, അവിടെ മിണ്ടാതിരുന്നോ, ചർച്ച ഞങ്ങൾ നടത്തിക്കൊള്ളാം. അങ്ങനെ അമിത്ഷാ അജിത് പവാറിനെയും ഇദ്ദേഹത്തെയും ബന്ധപ്പെട്ടു, ഷിൻഡെയെയും. അതിൽ ഷിൻഡെ ഇപ്പോൾ ഡൽഹി പോയിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ഞായറാഴ്ചയാണ് അദ്ദേഹം തിരിച്ചു വന്നത്. ഡൽഹിയിൽ ചർച്ച നടന്നു. അവിടെ എന്താണ് നടന്ന ചർച്ചയെന്ന് ഇനി ഒന്നുകിൽ അമിത്ഷാ പറയണം, അല്ലെങ്കിൽ ഷിൻഡെ പറയണം. ഇത് രണ്ടും അല്ലാതെ മൂന്നാമതൊരിടത്തുനിന്ന് ആ ചർച്ചയുടെ രഹസ്യങ്ങൾ ചോർന്ന് കിട്ടില്ല, വിവരങ്ങൾ നമുക്ക് കിട്ടില്ല. എന്തായാലും ഷിൻഡെ വളരെ ഭാവഭേദങ്ങളൊന്നുമില്ലാതെ പോയതുപോലെ മിണ്ടാതെ തിരിച്ചു വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലേക്ക് പോയി. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഷിൻഡെ പിണങ്ങിപ്പോയി, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ ഉടനെ അദ്ദേഹത്തിൻ്റെ വക്താവ് പറഞ്ഞു, അല്ല, അദ്ദേഹം സുഖമില്ലാതെ പോയിരിക്കുകയാണ്, അടുത്ത ദിവസം അദ്ദേഹം വരും, കാര്യങ്ങളൊക്കെ പറയും. ഇപ്പോൾ ഇന്ന് അദ്ദേഹം വന്നു പറഞ്ഞിരിക്കുന്നു, BJP തീരുമാനിക്കുന്ന ആരെയും മുഖ്യമന്ത്രിയാക്കാം, ഞങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല,
ആഭ്യന്തരമന്ത്രിയുടെ കാര്യത്തിലാണ് ഒരു സംസാരം നടക്കുന്നത്, ചർച്ചകൾ നടക്കുന്നുണ്ട്, അത് ഉടനെ തീരുമാനം ഉണ്ടാവും എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പോൾ മാധ്യമങ്ങളൊക്കെ ഒന്ന് അടങ്ങി. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് നമ്മൾ അറിയുന്ന വിവരം, നാളെ ചൊവ്വാഴ്ച ഇവർ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കും. ഫട്നാവിസ് ആയിരിക്കും നിയമസഭാ കക്ഷി നേതാവ്. അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹം ഗവർണറെ കണ്ട് അവകാശവാദം ഉന്നയിക്കും. അവകാശവാദം ഉന്നയിച്ച് വ്യാഴാഴ്ച മിക്കവാറും സത്യപ്രതിജ്ഞ നടക്കും എന്നാണ് പൊതുവെ നമുക്ക് ലഭ്യമായ സൂചന. പക്ഷേ ഈ കൂടെ 2 പേര് ഉപമുഖ്യമന്ത്രിയായിട്ട് സ്ഥാനമേൽക്കും. ഷിൻഡെ സത്യപ്രതിജ്ഞ ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പ് വേണം. ഇതാണ് കണ്ടീഷൻ. ഇത്രയും വിവരങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞല്ലോ, ഷിൻഡെ പറഞ്ഞല്ലോ, ആഭ്യന്തര വകുപ്പിൻ്റെ കാര്യത്തിൽ ചർച്ചകൾ നടക്കുന്നതേ ഉള്ളൂ, അതിൽ തീരുമാനമായിട്ടില്ല, അത് ഉടനെ തീരുമാനം വരും എന്ന് വെച്ചാൽ ആഭ്യന്തര വകുപ്പ് ഞങ്ങളുടെ പാർട്ടിക്ക് നൽകണം. ഇല്ലെങ്കിൽ ഒരു പുതിയ ഫോർമുല അദ്ദേഹം മുന്നോട്ട് വെച്ചതായിട്ടാണ് സൂചനകൾ ലഭിക്കുന്നത്. എൻ്റെ മകനെ നിങ്ങൾ ഉപമുഖ്യമന്ത്രിയാക്കിക്കോ, അദ്ദേഹത്തിൻ്റെ മകനും ഉണ്ട്, അപ്പോൾ മകനെ ഉപമുഖ്യമന്ത്രിയാക്കിക്കോ, ഞാൻ ഒഴിഞ്ഞു തരാം. അങ്ങനെ അദ്ദേഹം ഒരു ചെറിയ പിണക്കം, ഒരു ചെറിയ എന്താ പറയുക, രസച്ചേർച്ചയില്ലായ്മ അത് അദ്ദേഹം പ്രകടിപ്പിച്ചു. അപ്പോൾ ബി ജെ പിക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. അദ്ദേഹത്തെ എപ്പോഴും, കാരണം ശിവസേന തുടങ്ങിയ കാലം മുതൽ ബി ജെ പിയുടെ ഒപ്പമാണ്. ഈ ഉദ്ധവ് പോയിട്ട് പോലും അതിനകത്തുനിന്ന് ഒരു വലിയ വിഭാഗം ആൾക്കാർ അതിൽ നിന്ന് അടർന്നു മാറി ഈ കോൺഗ്രസ് NCP കൂട്ടുകെട്ടിൽ നിൽക്കാതെ അതിൽ നിന്ന് അടർന്നു മാറി ബി ജെ പിയുടെ കൂടെ വന്നവരാണ്. അപ്പോൾ അത് ഒരു ചെറിയ കാര്യമല്ല. ഇവിടെ അതുകൊണ്ട് തന്നെ ശിവസേനയെ ഒരു കാലത്തും പിണക്കാൻ ബി ജെ പി തയ്യാറാവില്ല. ശിവസേനയെ എപ്പോഴും കൂടെ നിർത്താനേ അവർ ശ്രമിക്കുകയുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് ഈ കാര്യത്തിൽ ഒരു സമവായം ഉണ്ടാകണം. അപ്പോൾ ഷിൻഡെയെ ഏതെങ്കിലും വിധത്തിൽ മറ്റ് സുപ്രധാന വകുപ്പുകളൊക്കെ കൊടുത്ത് ഒരു ഉപമുഖ്യമന്ത്രിയാക്കി കൂടെ നിർത്താൻ തന്നെയായിരിക്കും ബി ജെ പി ശ്രമിക്കുന്നത്. ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന ഘടകം, അതായത് അവിടുത്തെ മഹാരാഷ്ട്രയിലെ അധ്യക്ഷൻ ചന്ദ്രശേഖർ ബാവങ്കുലെ, അദ്ദേഹവും പിന്നെ മുൻ കേന്ദ്രമന്ത്രിയും പാർട്ടിയിലെ മുതിർന്ന നേതാവുമായ റാവു സാഹിബ് ദാൻവെ, ഇവർ 2 പേരും ഏതാണ്ട് ഫട്നാവിസ് തന്നെ മുഖ്യമന്ത്രി എന്നത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് ഈ വിജയത്തിന്, ഈ ആധികാരികമായ വിജയത്തിൻ്റെ കാരണക്കാരൻ, ആ വിജയത്തിന് വേണ്ടി പ്രയത്നിച്ച ആൾ തന്നെ മുഖ്യമന്ത്രിയാവും, അതുകൊണ്ട് നിങ്ങളാരും വിഷമിക്കേണ്ട എന്ന് പാർട്ടിക്കാരോട് പറഞ്ഞു. അപ്പോൾ പക്ഷേ അവിടെ ഈ പറഞ്ഞതുപോലെ ആഭ്യന്തര വകുപ്പിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം അവരും മിണ്ടുന്നില്ല. അതിനെക്കുറിച്ച് അവരൊരക്ഷരം പറയുന്നില്ല. ഷിൻഡെ മാത്രമാണ് പറഞ്ഞത് ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് ചർച്ചകൾ നടക്കുന്നു, അതിൽ തീരുമാനമായിട്ടില്ല, ചർച്ചകൾ നടക്കുന്നു, കേന്ദ്ര നേതൃത്വമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ബി ജെ പിയുടെ, അവർ തീരുമാനം പറയും, അത് നമുക്കതിനനുസരിച്ച് മറ്റു കാര്യങ്ങൾ അത് തീരുമാനം വന്നതിന് ശേഷം ആലോചിക്കാം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഈ മഹായുതി സഖ്യത്തിൽ സർക്കാർ രൂപീകരണ കാര്യത്തിൽ വേറെ ഒരഭിപ്രായ വ്യത്യാസവും ഇല്ല. NCPക്കും ഇല്ല, ശിവസേനയ്ക്കും ഇല്ല, BJPക്കും ഇല്ല. ബാക്കി എല്ലാ കാര്യങ്ങളിലും അവർക്ക് ഒരു എന്താ പറയുക, ഒരു ഏകകണ്ഠമായ തീരുമാനമുണ്ട്. പക്ഷേ ആഭ്യന്തര വകുപ്പിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു സർക്കാരിൻ്റെ അവസാനത്തെ ഒരു രൂപമുണ്ടല്ലോ, മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രിമാർ, ധനമന്ത്രി, പ്രധാനപ്പെട്ട വകുപ്പുകൾ ആരൊക്കെ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണം, എന്തൊക്കെയാണ് എന്നുള്ളതിൻ്റെ അവസാനത്തെ ഒരു രൂപം നാളെ ഇദ്ദേഹത്തെ നിയമസഭാ കക്ഷി നേതാവായിട്ട് ചൊവ്വാഴ്ച തിരഞ്ഞെടുത്തതിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ. ഇതാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഇപ്പം ഇദ്ദേഹത്തിൻ്റെ വക്താവ്, നമ്മുടെ ഷിൻഡെയുടെ വക്താവ് ഉദയ് സാമന്ത് പറയുന്നത്, നമ്മൾ വേറെ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, അദ്ദേഹത്തിന് അനാരോഗ്യമുണ്ട്, അതുകൊണ്ടാണ് വീട്ടിൽ വിശ്രമിക്കാൻ വന്നത്, അദ്ദേഹം ചൊവ്വാഴ്ച എന്തായാലും അങ്ങോട്ടേക്ക് വരും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് സർക്കാർ രൂപീകരണമായിട്ട് മുന്നോട്ട് പോകാം എന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. BJP കേന്ദ്ര നേതൃത്വം ആരെയാണോ മുഖ്യമന്ത്രിയായിട്ട് തീരുമാനിക്കുന്നത് അദ്ദേഹത്തെ ഞങ്ങൾ അംഗീകരിക്കും എന്ന് ഇദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇവരെല്ലാം ഇതൊക്കെ പറയുമ്പോഴും ഒരു ചെറിയ കല്ലുകടി ആഭ്യന്തരമന്ത്രിയുടെ കാര്യത്തിൽ, ആഭ്യന്തര വകുപ്പിൻ്റെ കാര്യത്തിൽ നിൽക്കുകയാണ്. അത് ഒന്ന് സെറ്റിൽ ചെയ്താൽ, ആ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടായാൽ സ്മൂത്തായിട്ട് BJPയുടെ സർക്കാർ മുന്നോട്ട് പോകും. ഈ മുഖ്യമന്ത്രിക്ക് ശരിക്കും ആഭ്യന്തര സ്ഥാനം, മന്ത്രിസ്ഥാനം വേണം എന്നുള്ളത് നിർബന്ധമാണോ? അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ കേരളത്തിൽ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പം പിന്നെ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്നു.
പണ്ട് സി അച്യുതമേനോൻ മന്ത്രിസഭയിൽ കെ കരുണാകരൻ വേറൊരു മുന്നണിയിൽപ്പെട്ട, ഇതൊന്നും അല്ലെങ്കിൽ ഒരു പാർട്ടിയിൽ ഒരേ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരാണ്. മറ്റത് വേറെ ആ മുന്നണിയിൽ വേറെ പാർട്ടിയിൽപ്പെട്ട ആൾ. കെ കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായിരുന്നു. അതുപോലെ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് വയലാർ രവി ആഭ്യന്തരമന്ത്രിയായിരുന്നു, ഉമ്മൻചാണ്ടി ആഭ്യന്തരമന്ത്രിയായിരുന്നു. അതുകൊണ്ട് അതൊക്കെ സ്വാഭാവികമാണ്. അങ്ങനെ ആഭ്യന്തരമന്ത്രി വേറൊരാളായി എന്ന് പറഞ്ഞ് ഭരണത്തിൽ തടസ്സമൊന്നും വരില്ല. പക്ഷേ ഒരു മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് കയ്യിൽ ഇല്ലാത്തൊരു മുഖ്യമന്ത്രിക്ക് അത്രയും ഒരു പ്രതാപം ഉണ്ടാകുമോ എന്നാണ് നമ്മുടെ ചോദ്യം. ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം.